ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഈ പുതിയ വർഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് വിഷസ്. ഞാൻ എല്ലാവർക്കും ഈ പുതിയ വർഷത്തിൽ എല്ലാവർക്കും കുറേ ഹാപ്പിനെസ് വരട്ടെ, കുറേ അബണ്ടൻസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ ആണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവും. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. കാപ്രിക്കോൺ, എന്താണ് നിങ്ങളുടെ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ ജാനുവരിയുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. പാസ്റ്റിലെ എനർജി ഉള്ളത് 4 ഓഫ് വാൻഡ്സ്. കറൻറ്റ് എനർജി നിങ്ങളുടെ ജാനുവരിയുടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിൻ്റെ എനർജി എന്താണ്? ഹാങ്ഡ് മാൻ. എന്താണ് ചാലഞ്ചായിട്ട് നിങ്ങൾക്ക് ജാനുവരിയുടെ ചാലഞ്ച് നിങ്ങൾക്ക് ഹൈറോഫാണ്ട്. നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് കപ്സ്. എന്താണ് സർപ്രൈസ് ഫാക്ടർ? നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ പേജ് ഓഫ് കപ്സ് ആണ്. എന്താണ് ഔട്ട്കം? അപ്പോൾ കാപ്രിക്കോൺ, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണ് കൂടുതൽ. നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളത്. അവിടെയാണ് നിങ്ങളുടെ എനർജി കൂടുതൽ നിങ്ങൾ ഇടണത്. ഇവിടെ എന്തോ ഹീലിംഗിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിൽ. അതല്ല വെച്ചാൽ വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയം ജാനുവരി മാസം കുറേ കൂടി ഒരു ഹീലിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. ആ ഹീലിംഗ് വരണത് കുറച്ചൊരു പീസ്ഫുൾ സമയത്താണ് ഈ ഹീലിംഗിൻ്റെ എനർജിയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യണത്. അപ്പം നിങ്ങളുടെ മുഴുവനെ നിങ്ങളുടെ എഫേർട്ടും എനർജി കരിയറിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. അത് നിങ്ങൾക്ക് കുറേ ഒരു ഹീലിംഗ് എനർജി എഫക്റ്റ് തരുന്നു. അപ്പോൾ എന്താണ് ഈ സ്റ്റാർ എനർജി ഇവിടെ? 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കരിയറിലോ ഇല്ല റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ചിലവർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിൽ ഈ കരിയറുടെ കാര്യത്തിൽ കുറേ എഫക്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. 4 ഓഫ് വാൻഡ്സ് ഒരു മാരേജിൻ്റെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്താണ് ഇത് പാസ്റ്റിലുള്ളത്? ഇവിടെ ഒരു ഫാമിലിയുടെ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളൊരു പേഴ്സണെ മീറ്റ് ചെയ്തു, അവരുടെ കൂടെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ഒരു മദറുടെ എനർജിയും ഉണ്ട്, കുട്ടികളുടെ എനർജി ഉണ്ട്. എന്താണ് ഇവിടെ ഉണ്ടായേ? 5 ഓഫ് സോഡ്സ്. പക്ഷേ പാസ്റ്റിൽ ചില നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു, ചില വഴക്കുണ്ടായിരുന്നു, ചില വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യണ ഇഷ്യൂ ഉണ്ടായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കാര്യങ്ങൾ ശരിയായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നിങ്ങളുടെ പാസ്റ്റിൽ കാണാണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ കരിയറിൽ കുറേ സക്സസ് ഉണ്ട് ജാനുവരിയിൽ. നിങ്ങൾ അതിലാണ് കൂടുതൽ എഫേർട്ട് ഇടണത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഫാമിലി ലൈഫും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കണു. കിങ് ഓഫ് കപ്സ്.
അപ്പോൾ ഇതൊരു ഇമോഷണൽ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് ഒരു ഡിപ്ലോമാറ്റിക് എനർജിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കണോ. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാനുള്ള ചാൻസ് ഉണ്ട്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വർക്കിൻ്റെ ത്രൂ ആണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിൻ്റെ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ചോയ്സ് ഉണ്ട്. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ഇതൊരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ പറയണത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, അല്ല വെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെച്ചാൽ ഇതൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഹാങ്ഡ് മാനിലാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഗിവ് അപ്പ് ചെയ്യണം ഇവിടെ. അങ്ങനെ അതല്ലാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതൊരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങളെന്തോ സാക്രിഫൈസ് ചെയ്യാൻ നോക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അത് ചെയ്യാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്താണ് നിങ്ങൾ ആ ചോയ്സ്, ഏത് തീരുമാനം എടുക്കാൻ പോണത്, അതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ 2 ആൾക്കാർ വന്നു. നിങ്ങളുടെ ഒരു ഫാമിലി ഉണ്ടാവാം, അല്ലാണ്ട് ഒരു പുതിയ പേഴ്സണുമുണ്ട്. അപ്പോൾ ആരെയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോണേ, അതാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. 9 ഓഫ് വാൻഡ്സ് കുറേ പേടിയുണ്ട്. എന്താ വെച്ചാൽ എന്തോ നിങ്ങൾക്കറിയാം ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കത് അറിയാം, നല്ല പോലെ അറിയാം. ഓക്കെ, അപ്പോൾ ഹൈറോഫാണ്ടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ട്രഡീഷണൽ റിലേഷൻഷിപ്സ്, ഫാമിലി സിറ്റുവേഷൻ, മാരേജ്, അതെല്ലാമാണ് കൂടുതൽ ചാലഞ്ച് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ട്രഡീഷണൽ ബിലീഫ്സും എന്താ വെച്ചാൽ നിങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ കുറേ സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ ചെയ്യണത് ശരിയാണോ, ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ച ലൈഫ് പോവും, പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അപ്പോൾ എന്താ വേണ്ടത് അറിയില്ല. അപ്പോൾ നിങ്ങൾ കുറേ മനസ്സിൽ തന്നെ കുറേ സ്റ്റാഗ്നൻ്റ് ആയാണ് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു പേഴ്സണെ വിട്ടാലും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിനെ വിട്ടാലും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഈ മറ്റേ പുതിയ പേഴ്സണെ വിട്ടാലും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്കൊരു സ്റ്റക്കായി വെക്കുകയാണ് പറഞ്ഞാൽ ഒരു മുമ്പോട്ട് പോകാൻ പറ്റില്ല. യൂണിവേഴ്സ് അഡ്വൈസ് ഇവിടെ തരണത് എന്താ വെച്ചാൽ 5 ഓഫ് കപ്സ്, പാസ്റ്റിൻ്റെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറേ പാസ്റ്റിൻ്റെ എന്തോ കാര്യത്തിൽ ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് കുറേ വിഷമം ഉണ്ടാവുന്നുണ്ട്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ ഡിസിഷൻ ഓർ ചോയ്സ് എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഓൾറെഡി അറിയാം അത്. പക്ഷെ നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ അത് ചെയ്താൽ ഞാൻ ശരിയായിട്ടാണോ ചെയ്യുന്നുണ്ടാവുക പറഞ്ഞാൽ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണോ, പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യമില്ല. നിങ്ങൾ കൺഫ്യൂസ്ഡാണ്. ഓക്കെ, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ചോയ്സസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷെ നിങ്ങൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഇതൊരു സെൽഫ് സാബോട്ടാജിങ് എനർജിയാണ് കാണുന്നത് ഞാൻ. ഹിഡൻ ഫാക്ടറിൽ പേജ് ഓഫ് കപ്സ്, യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ ആണ് ഇത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത മാതിരി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണു. ആൻഡ് ഇത് വേഗം പറഞ്ഞാൽ ഇതുവരെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല വെച്ചാൽ ജാനുവരിയിൽ അത്ര സമയം എടുക്കില്ല, ഉടനെ വരണ എനർജിയാണ് ഇത്. ഔട്ട്കം 9 ഓഫ് സോർഡ്സ്, കുറേ ടെൻഷൻ, കുറേ സ്ട്രെസ് ഉണ്ട് ഈ മാസം. കുറേ റിവാർഡ്സ് ഉണ്ട് കരിയറിൽ, പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, പുതിയ ലവ് ലൈഫിൻ്റെ എനർജി കാണാണ്ട്. ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സിറ്റുവേഷൻ ബാലൻസ് അല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി വരാൻ. ഓക്കെ, പക്ഷേ ജാനുവരി മാസം കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം മന്താണ്. ഓക്കെ, എസ്പെഷ്യലി ഇമോഷണലി നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളെ ആങ്സൈറ്റി തരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഒരു ഡിസിഷൻ എടുക്കാണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കുറേ അതിനെക്കുറിച്ച് കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാർഡ് പറയണത് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കാപ്രിക്കോൺ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു.
റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണും. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.